പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതായി. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതായി. പഴി ദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടലേ. പഴി ദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടലേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ വരൂ യാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 35 സങ്കീർത്തനം 19 വാക്യം. വെറുതെ എനിക്ക് ശത്രുക്കളായവർ എന്നെക്കുറിച്ച് സന്തോഷിക്കരുതേ. കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ കണ്ണിമയ്ക്കുകയുമരുത്. തനിക്കെതിരെയുള്ള അന്യായമായ പീഡനത്തെയും ശത്രുക്കളുടെ ദുരുദ്ദേശത്തെയും ദാവീദ് ഈ വാക്യത്തിലൂടെ എടുത്ത് കാണിക്കുന്നു. ശത്രുക്കളുടെ വിദ്വേഷവും അടിസ്ഥാനരഹിതവും നീതീകരിക്കപ്പെടാത്തതുമാണ്. കണ്ണുകൊണ്ട് ചിമ്മൽ എന്നത് അവജ്ഞയുടെയും പരിഹാസത്തിൻ്റെയും ഒരവസ്ഥയാണ്. ഇത് ദാവീദിൻ്റെ കഷ്ടപ്പാടിൽ ശത്രുക്കൾ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു. ന്യായമായ കാരണമില്ലാതെ തന്നെ പീഡിപ്പിക്കുന്ന ശത്രുക്കളുടെ ദ്രോഹകരമായ സന്തോഷത്തിൽ നിന്നും പരിഹാസത്തിൽ നിന്നും ദാവീദിനെ സംരക്ഷിക്കുന്നതിനുള്ള ദിവ്യ ഇടപെടലിനുള്ള ഒരു പ്രാർത്ഥനയായി നമുക്ക് ഈ വാക്യത്തെ കാണാം. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ശത്രുക്കൾ നമുക്കെതിരെ സന്തോഷിക്കുമ്പോൾ, കാരണം കൂടാതെ നമ്മെ പകയ്ക്കുമ്പോൾ, അവർക്കെതിരെ പ്രതികരിക്കുവാൻ ശ്രമിക്കാതെ ദാവീദിനെ പോലെ ദൈവസന്നിധിയിൽ നമ്മുടെ അപേക്ഷയുമായി നമുക്കെത്താം. അവൻ പ്രശ്നങ്ങളിൽ പരിഹാരം അയക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, ശത്രുക്കൾ പ്രബലരാകുമ്പോൾ അവരോട് എതിരിടുവാൻ ശ്രമിക്കാതെ നിന്നിൽ ആശ്രയിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.